ഇതൊരു ദേശീയ ഇഷ്യൂ തന്നെയാണ്. അതൊരു മതത്തിന്റെ പ്രശ്നമല്ല, അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ നിലനിൽപ്പിന്റെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആ വിജ്ഞാപനം, ആ വിഭാഗീയ വിജ്ഞാപനം എന്ന് ഞാൻ വിളിക്കുന്നു. അത് 40 രൂപക്ക് പെട്രോൾ തരില്ല, 40 രൂപക്ക് ഡീസൽ തരില്ല, 400 രൂപക്ക് ഗ്യാസ് തരില്ല, 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം സൃഷ്ടിക്കില്ല, ഇന്ത്യ ചൈനയേക്കാൾ വലിയ എക്സ്പോർട്ടർ ആവില്ല, ഡോളർ കമ്പയർ ചെയ്യുമ്പോൾ 40 രൂപക്ക് ഒരു ഡോളർ കിട്ടില്ല, ഒരു തരത്തിലും സ്ത്രീകളുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തില്ല, കർഷകന്റെ ബാധ്യതകൾ അത് ഏറ്റെടുക്കില്ല, കർഷകന്റെ ആവശ്യങ്ങൾ, അവന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉൾപ്പെടെയുള്ള ഒരു ആവശ്യവും അതിൽ നിറവേറില്ല, ഒരു പുതിയ സംരംഭവും അത് സൃഷ്ടിക്കില്ല. അത് നാട്ടിലെ ജനങ്ങളെ കീറിമുറിക്കാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന് ആയുസ്സുണ്ടാവില്ല, അത് അറബിക്കടലിൽ താഴ്ത്തും